PK കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജെസ്സി എൻസി മാമിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിലെ മുഖ്യ അതിഥിയിലേക്ക് എത്തിച്ചേർന്ന സൃഷ്ടി റോബോട്ടിക്സ് CEO സുനിൽ പോൾ സാറാണ്. സാർ ഏറെ തിരക്കേറിയ മനുഷ്യനാണ്. അതിനിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് വന്നിട്ടുണ്ട്. സാറിനെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പ്രസക്തി ലോകം ഇന്ത്യയിൽ കൂടുതൽ വരുന്നതിന് മുമ്പ് തന്നെ PK കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതാണ്. പിന്നീട് NEP 2020 വരുമ്പോഴാണ് ഈ സ്റ്റെം എഡ്യൂക്കേഷൻ ഇത്രമാത്രം പ്രാധാന്യത്തോടെ എടുത്തു പറയുന്നത്. ജസ്റ്റ് NEP എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് തന്നത് ഈ ഒരു നാഷണൽ സയൻസ് ഡേ സെലിബ്രേഷൻ തന്നായിരുന്നു. അപ്പൊ അതിൽ തുടർന്ന് ചുക്കം പിടിച്ച് പിന്നീട് നമ്മള് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച സമയത്ത് പിന്നെ നമ്മളൊരു ഷോർട്ട് ടേം കോഴ്സ് സ്റ്റെം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ ഒരു ഷോർട്ട് ടൈം കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് കൊടുക്കാമെന്ന രീതിയിൽ സ്റ്റുഡന്റ് ടീച്ചേഴ്സിന് കൊടുക്കാമെന്ന രീതിയിൽ മുന്നോട്ട് ആശയം വെക്കുകയും അതിന്റെ ഭാഗമായിട്ട് 20 പേര് നേരത്തെ പറഞ്ഞ പോലെ 13 പേര് ഫസ്റ്റ് ഇയേഴ്സിൽ നിന്നും 7 പേര് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ സീനിയേഴ്സിൽ നിന്നും ഇതിലും നമ്മൾ ചെയ്ത എല്ലാവരും പാർട്ടിസിപ്പേറ്റഡ് ആയ ആക്റ്റീവായിട്ടാണ് നമ്മുടെ ആ ഒരു സെഷൻ സ്കൂൾസ് അക്കാഡമിക് പ്രോജക്റ്റിന്റെ വേറൊരു ഡയമെൻഷനാണ് ഞാൻ പറഞ്ഞത്. മലപ്പട്ടം സ്കൂളിൽ നമ്മുടെ ഒരാളാണ് സ്റ്റെം മെന്റർ ആയിട്ട് ഉണ്ടായിരുന്നത്, സോണിമയും അവിടെ നടത്തിയ പ്രോഗ്രാംസിന്റെ ചെറിയ വിഷ്വൽസ് ഫോട്ടോസ് ആണ്. അപ്പൊ ഒരാൾ ആയിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ എന്താ പറയുക ടീച്ചേഴ്സ് സപ്പോർട്ടിങ്ങിനായിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് സ്കൂളുകളിലായിരുന്നാലും നമ്മൾ ഇവിടെ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒരു സ്റ്റെം എക്സ്പെർട്ടൈസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തായിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നെക്സ്റ്റ് മാം പറഞ്ഞു പയ്യാവൂര് നടത്തി. പയ്യാവൂർ ആക്ച്വലി നമ്മുടെ സ്റ്റെം മെന്റേഴ്സ് പറയുന്നത് ഇതായിട്ട് നമ്മൾ അങ്ങോട്ട് കണക്കാക്കുക. ഇന്നത്തെ കാലഘട്ടത്തില് ഈ നമ്മളെല്ലാവരും ഓടുന്നത് പോലെ ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്കും അറിയാം. മജോറിറ്റി ഓടാൻ താല്പര്യപ്പെടുന്ന മേഖലകളും നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആവേശത്തോടെ പറയുന്നത് ഈ 13 കുട്ടികൾ ഇട്ട ഒരു എഫേർട്ട് ഉണ്ട്. അവരുടെ ബാക്കി 50 പേരിൽ നിന്ന് 37 പേരിൽ നിന്ന് വ്യത്യസ്തമായി അവരിട്ട ഒരു എഫേർട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഒരു എഫേർട്ടാണ് കണക്കാക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൽ നിങ്ങൾ ഇവിടെ വന്ന് BEd ജോയിൻ ചെയ്തു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എത്ര ആൾക്കാർ പഠിപ്പിക്കാൻ വേണ്ടി ജോബിന് താല്പര്യമുള്ളവരുണ്ട് ജോലിക്ക് പോയി? നിങ്ങളെല്ലാം പഠിക്കുന്ന ആൾക്കാരുണ്ട് ആണല്ലേ? എൻജിനീയറിംഗ് വന്നൊന്നുമല്ല BEd പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ജസ്റ്റിസ് സിസ്റ്റർക്ക് സ്നേഹത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെം എഡ്യൂക്കേഷന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള പ്രശാന്ത് സാറിന്റെ തലയിലായി എല്ലാവിധ ഐഡിയാസും വരുന്നത് തന്നെ സാർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രയും നന്നായിട്ട് റോബോട്ടിക്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ CEO സുനിൽ പോൾ സാറ് തന്റെ എല്ലാവിധ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നമുക്കായി സമയം കണ്ടെത്തിയിട്ട് വരുന്നുണ്ട്. അപ്പം ഓൺലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ സാർ നമുക്ക് വേണ്ടിയിട്ട് സാർ നേരത്തെ പറഞ്ഞു സാർ നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഈ സമയം കണ്ടെത്തി നമ്മളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആ ഡയറക്ഷൻ നമുക്ക് മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഈ മാപ്പിന്റെ അകത്ത് നമുക്ക് ഡെപ്ത് മെഷർ ചെയ്യാം. ഈ ഡാമിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സിംഗിൾ മാപ്പുണ്ട്, അത് രണ്ട് കമ്പയർ ചെയ്താൽ എത്ര ചെറിയ
സയൻസ് പഠിക്കാത്ത ആൾക്കാർക്കും വേണമെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അനിയൻ വീട്ടൊക്കെ പഠിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തിരിഞ്ഞു കൊണ്ട് നോക്കില്ലായിരുന്നു. ഒരു ലോകത്തായിരുന്നു ഇത് ചേർന്ന് ഇത് മനസ്സിലായില്ല, എക്സാമുകൾ രണ്ടൊപ്പത്താവുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇനിയുള്ള വർഷത്തിലും വരണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏകദേശം സാറിന്റെ ക്ലാസ്സിൽ വെക്കാൻ പറ്റി. പിന്നെ മീഡിയം സ്കൂളിൽ യൂണിവേഴ്സും കൂടി ഉണ്ടായിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരു ടോപ്പിക് ആയിരുന്നു. പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നുണ്ട്, അതിന്റെ കോഡ് കാര്യങ്ങൾ അത്ര വിഷമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാം കൊണ്ടുപോകണമെങ്കിൽ അതിന് ആൾക്കാർ കണക്ട് ചെയ്യും. ഒരു തവണ നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ പോയാൽ കൈയോടെ അവിടുത്തെ പ്രൊഫസർ കണക്ട് ചെയ്യും. എന്നിട്ട് അവിടെ ബാക്കി അടുത്ത ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യും. അല്ല, ഒരാളെ ഒരു സ്ഥലത്ത് മുട്ടിയാൽ നമ്മൾ അതിന്റെ പുറകെ പോകണം. പിന്നെ അണ്ടർ വാട്ടർ റോബോട്ട്, സ്ലിപ്പർ റോബോട്ട്, ഡയറക്ടർ റിട്ടയർ ചെയ്തൊരു അലോക് സാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് IIT ഒരു കോൺഫറൻസ് ഒരു വെറുതെ കണ്ടതാണ് 2014. അപ്പൊ അന്നേരം കണ്ടിട്ട് പിന്നെ ഫസ്റ്റ് പഠിക്കാൻ ഒരു പ്രോഗ്രാം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു. 2022 അദ്ദേഹം റിട്ടയർ ആയി. ആ സമയത്ത് അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ അവരുടെ കമ്പനി വാട്ടറായിട്ട് കണക്ട് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വന്ന രീതിയിൽ നിങ്ങൾ പങ്കുവെച്ചു. എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണല്ലോ അല്ലേ? അതോടൊപ്പം തന്നെ സാറ് നമ്മളൊരു വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുക എന്നതുപോലെ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിയില്ല.